നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ MDMA സുലഭമാണ്. ചെറുകിട വിൽപ്പനക്കാർ പിടിയിലാകുന്നുണ്ടെങ്കിലും വലിയ കണ്ണികളിലേക്ക് അന്വേഷണം നീളുന്നത് ചുരുക്കമാണ്. മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനികളായ ആഫ്രിക്കൻ പൗരന്മാരെ നടക്കാവ് പോലീസ് പിടികൂടിയ കേസിലേക്കാണ്. ഡിസംബർ 2-ാം ആഴ്ച കോഴിക്കോട് KSRTC ടെർമിനലിൽ വെച്ച് 58 ഗ്രാം MDMAയുമായി വെള്ളയിൽ സ്വദേശി പിടിയിലായ കേസ് എത്തിയിരുന്നത് ബംഗളൂരുവിലെ ശ്യാംരാജപുരത്ത്. ഉറവിടം തേടിയുള്ള അന്വേഷണത്തിനൊടുവിൽ നടക്കാവ് പോലീസ് MDMA വിൽപ്പന ശൃംഖലയിലെ പ്രധാന കണ്ണികളിലൊരാളായ ഗാന സ്വദേശി വിക്ടർ ഡി സാബയ്ക്ക് വിലങ്ങിട്ടു. സാഹസികമായ ഓപ്പറേഷൻ. കോഴിക്കോട് കൊമ്മേരി സ്വദേശി മുഹമ്മദ് റാഷിദിനെയും ഒളവണ്ണ സ്വദേശി അദിനാനെയും പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിലൊരാളുമായി മയക്കുമരുന്ന് വാങ്ങാനെന്ന വ്യാജേനയാണ് പോലീസ് വിക്ടർ ഡി സാബയെ പൊക്കാൻ ബംഗളൂരുവിലെത്തിയത്. ഇവൻ സാധാരണ ബൈക്കായിട്ടായിരുന്നു പോലും. നമ്മൾ ആ ശ്രമം ഒഴിവാക്കിയിട്ട് ഇവനോട് പറഞ്ഞു, നിങ്ങൾ ബൈക്കില്ല, സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുക, നിങ്ങൾ വന്ന് ആ ഒരു ടൈമിന് ലാഗ് പൈസ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ടെക്നിക്ക്, പൈസ താഴോട്ട് വീഴുന്നു, ചെതറിപ്പോകുന്ന പെറുക്കുന്ന ആ സമയം നമ്മൾ ആ ലാഗിങ് നമ്മൾ ഉപയോഗിച്ച് ഇവനെ ചാടി വീണ് നമ്മളെ കീഴ്പ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇവൻ്റെ അടുത്ത് നിന്ന് ആയുധമുണ്ടെന്നുള്ളതും കൂടെ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ ഈ നമ്മുടെ ഭാഗ്യം കൊണ്ട് അവനത് ഉപയോഗിക്കാനോ ആ സമയത്ത് കൊണ്ടുവരാനോ തോന്നിയിട്ടില്ല. ഇവരുമായിട്ട് കണക്ഷനുള്ള ആൾ തന്നെ വരണം. അവരെ ഹാൻഡ് കഫ് ഇട്ട് നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല. അങ്ങനെ നമ്മൾ പ്രതിനെ നമ്മളെ ജോലി പോകുമെന്നുള്ള ഉറപ്പ് ഉണ്ടായിട്ട് കൂടി വിക്ടറുടെ പക്കൽ നിന്ന് വലിയൊരളവിൽ MDMAയും പോലീസ് അന്ന് പിടിച്ചെടുത്തു. അന്വേഷണം അവിടെയും അവസാനിച്ചില്ല. ആഴ്ചകൾക്കിപ്പുറം രാജ്യാന്തര സംഘത്തിലെ കണ്ണിയായ നൈജീരിയൻ പൗരൻ ചാൾസ് ഡിഫോർഡിലിനെയും ബംഗളൂരുവിൽ വെച്ച് തന്നെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗളൂരുവിൽ ആഴ്ചകളോളം താമസിച്ചാണ് ഇയാളുടെ കേന്ദ്രം കണ്ടെത്തിയത്. വിക്ടർ ഡി സാബയെയും ചാൾസ് ഡിഫോർഡിലിനെയും പൂട്ടിയതോടെ മയക്കുമരുന്നിന്റെ വരവിൽ കുറവുണ്ടായെന്നായിരുന്നു അന്ന് പോലീസ് വിലയിരുത്തൽ. അറസ്റ്റിലായ 2 പ്രതികളും ജയിലിലാണ്. വടകര NDPS കോടതിയിൽ വിചാരണ പുരോഗമിക്കുന്നു. ഇതിനിടെ കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കോഴിക്കോട് സ്വദേശികളിൽ ചിലർ മയക്കുമരുന്നുമായി വീണ്ടും പിടിയിലായി. രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.